എല്ലാം മനസ്സിലായിട്ടും മനസ്സിലാകാതായാൽ SI നടരാജൻ അത് മനസ്സിലാക്കി തരുവേ. SI സാർ പോ. ഈ ചന്ദ്രുവിനെ അന്നും ഇന്നും എന്നും എന്നെ മനസ്സിലാക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, എന്റെ പ്രഭാകരേട്ടൻ. അതിനപ്പുറം എനിക്ക് ആരുടെ ഒന്നും മനസ്സിലാക്കണ്ട. ആരാടി നിന്റെ പ്രഭാകരൻ? എവിടെ നിന്നോ വന്ന് ഇവിടത്തെ ഫോറസ്റ്റ് റേഞ്ചറെ മണിയടിച്ച് ഒരു ഗാർഡ് ജോലി തിരപ്പെടുത്തിയ ആ ചേറ്റയോ? അവനെ വിട്. അവനേക്കാൾ എത്രയോ അധികാരവും ശമ്പളവും ഉണ്ട് ഈ SI നടരാജന്. നീ എന്റെ കൂടെ വാ. ഈ ചന്ദ്രുവിനൊരൊറ്റ അപ്പനേ ഉള്ളൂ. എന്റെ കല്യാണം ഉറപ്പിച്ച എന്റെ പ്രഭാകരേട്ടനോടൊപ്പം ഈ ചന്ദ്രു പൊറുക്കൂ. അങ്ങനെയാണോ? നടരാജ സാറേ, യൂണിഫോം ഇല്ലാതെ ചായക്കടയിൽ നിന്നും ഇറങ്ങി പതുങ്ങി പോകുമ്പോഴേ മനസ്സിലായി SI സാർ ഇവിടെ കാണുമെന്ന്. കാലം കുറെ ആയില്ല ഇത് തുടങ്ങിയിട്ട്. ചന്ദ്രുവച്ചിയുടെ കല്യാണം ഉറച്ച സ്ഥിതിക്ക് ഇനിയെങ്കിലും റൂട്ട് ഒന്ന് മാറ്റി വിട്ടൂടെ? നീ ആരാടാ എന്റെ റൂട്ട് മാറ്റി വിടാൻ? കുറെ കാലമായി നീയും നിന്റെ ഈ പെരട്ട അനിയനും എന്റെ കണ്ണിലെ കരടാവാൻ തുടങ്ങിയിട്ട്. ഇനിയും കളിച്ചാൽ ആ കരട് ഞാൻ അങ്ങ് എടുത്ത് മാറ്റുവേ. ഇവിടെ വാടി. എന്താ മോളെ, എന്ത് പറ്റി? ആരാ മോളെ പറ. എന്തായി കോയ നിങ്ങളുടെ 5ാം മന്ത്രി വന്നിട്ട്? നിങ്ങളങ്ങനെ ഇളക്കണ്ട, 5ാം മന്ത്രി ഭരണം തുടങ്ങിയിട്ടുള്ളൂ, കാണിച്ചു തരാം. രാവണേട്ടോ, എന്ത്? നമ്മുടെ നമ്മുടെ ഗാർഡ് പ്രഭാകരൻ സാറേ. എന്താ മാധവ കാര്യം പറ. പ്രഭാകരൻ സാറേ, ഗാർഡ് പ്രഭാകരൻ സാറേ, കാര്യം തുറന്നു പറയണോ? ആന വരുന്നേ. ആപത്തായല്ലോ. പ്രഭാകരൻ സാറ് ആനമർദ്ദ കൊന്ന് പുഴയിലിട്ടിട്ട്. എന്താ കുഞ്ഞു? കമോൺ പറയൂ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? പ്ലീസ് സർ. തിരുമണിക്കര ഗ്രാമത്തിൽ ദുർമരണങ്ങൾ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമീപകാലത്ത് തന്നെ ഫോറസ്റ്റ് ഗാർഡ് പ്രഭാകരൻ മരണപ്പെട്ടു. അതിനുശേഷം റേഞ്ചർ അരുൺ ആക്രമിക്കപ്പെട്ടു. ഇതെല്ലാം കണ്ടിട്ടും ഇവിടുത്തെ പോലീസ് നിഷ്ക്രിയമായി നോക്കി നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് എന്താണ് സാർ പറയാനുള്ളത്? സത്യത്തിൽ ഈ ആനമർദ്ദിയുടെ കഥ നല്ല വറ്റ് തിന്നുന്നവരാരും വിശ്വസിക്കില്ല. നിങ്ങൾ ഈ ചോദിച്ച ചോദ്യവും അതിൽ കൂടുതലും ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതിന് ചില വ്യക്തമായ തീരുമാനങ്ങൾ ഈ IG-യുമായി ഞാൻ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതെന്താണെന്ന് IG സോമസുന്ദരൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കും. തിരുമണിക്കരയിലെ ആദ്യ ദുരൂഹമരണം പ്ലാന്റർ ചാക്കോച്ചന്റേതായിരുന്നു. കാട്ടിൽ വേട്ടയ്ക്ക് പോയപ്പോൾ ആന കുത്തിക്കൊന്നു എന്നായിരുന്നു റിപ്പോർട്ട്. അന്നത്തെ DFO ഇങ്ങനെ പ്രത്യേകം പറഞ്ഞിരുന്നു, കാടിനോട് ചേർന്നുള്ള വ്യാജമാറ്റ കേന്ദ്രത്തിൽ കലക്കി വെച്ച ശർക്കര വാഷ് കുടിച്ച് ഉന്മത്തനായിട്ടായിരിക്കും ആന ഇങ്ങനെ ചെയ്തതെന്ന്. അട്ടപ്പാടിയിലും വയനാട്ടിലും ഇടുക്കിയിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആദിവാസി മൂപ്പന്റെ മരണം. മന്ത്രവാദത്തിൽ അമാനുഷിക ശക്തിയുള്ള ആളായിരുന്നു മാടങ്കാവിലെ കാട്ടുമൂപ്പൻ. അദ്ദേഹത്തിന്റെ മരണശേഷം ആദിവാസികളും അല്ലാത്തവരുമായി നിരവധി മരണങ്ങൾ. തിരുമണിക്കര സ്ഥലം SI നടരാജന്റെ റിപ്പോർട്ടിൽ അവർ വിശ്വസിക്കുന്ന ഒരു കഥയുണ്ട്. ആനമർദ്ദ, ആനയുടെ പ്രേതം. അതാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്കോ നിങ്ങൾക്കോ ഈ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആർക്കെങ്കിലും ഇത് വിശ്വസിക്കാനാവുമോ? ആരോ പറഞ്ഞ ഈ കെട്ടുകഥ വിശ്വസിക്കണമെന്നാണോ സാർ പറയുന്നത്? വിശ്വസിക്കുന്നതിലും തെറ്റില്ലെന്നാണ് എന്റെ അഭിപ്രായം. ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സയന്റിസ്റ്റുകളും പല സ്ഥലത്തും പലർക്കും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും. എന്തിന്, ചില മൂർത്തികളുടെ പ്രീതിക്ക് വേണ്ടി നരബലി നടത്തുന്നവർ വരെ ഇവിടെയില്ലേ? അപ്പൊ പിന്നെ ആനമർദ്ദ എന്നത് ഒരു കെട്ടുകഥയല്ലെങ്കിലോ? അല്ലെങ്കിലും ആണെങ്കിലും അന്വേഷിച്ച ഒരു വ്യക്തമായ തീരുമാനമെടുക്കലാണ് ഡിപ്പാർട്ട്മെന്റ് ചുമതല. തെറ്റ് ചെയ്യുന്നവരെ മാത്രമല്ല, അത് ചെയ്യിച്ച നികൃഷ്ട ജീവികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഒരു മടിയുമില്ല.
അതിനായി ഡൽഹി ഇന്റലിജൻസ് ബ്യൂറോയിലെ അതിസമർത്ഥനായ ഒരു ഓഫീസറെ ഈ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞു. അത് മറ്റൊരു നടരാജനായിക്കൂടെ സർ? നെവർ, certainly അല്ല. എനിക്കും നിങ്ങൾക്കും ഈ ഡിപ്പാർട്ട്മെന്റിന് പോലും ഏറെ വിശ്വാസമുള്ള അതിപ്രഗത്ഭനായ വൺ മിസ്റ്റർ ശക്തി, അദ്ദേഹത്തെയാണ് തിരുമണിക്കര അന്വേഷണം ഏൽപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത്. എന്താ സന്തോഷമായില്ലേ? അന്വേഷിച്ച കേസുകളിലെല്ലാം വിജയം കണ്ടെത്തി. പേരോ പ്രശസ്തിയോ ഫോട്ടോ പോലും ചാനലിലോ പത്രത്തിലോ വരാൻ ഇഷ്ടപ്പെടാത്ത ശക്തിവേൽ IPSനെയാണ് ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഓ ശക്തിവേൽ, ഞങ്ങൾ കേട്ടിട്ടും എഴുതിയിട്ടുമുണ്ട്. ഏറെ വിവാദം സൃഷ്ടിച്ച ആ കോയമ്പത്തൂർ കേസ്. അതെ, യെസ്, സെയിം, അത് തന്നെ. ഇനി പറയൂ പ്ലീസ്, ആർക്കെങ്കിലും എന്തെങ്കിലും എനി ക്വസ്റ്റ്യൻസ് ഓർ ഡൗട്ട് എനിമോർ പ്ലീസ്? നോ സർ, എന്തായാലും ആളെ ഒന്ന് പരിചയപ്പെടാനും ഒരു ഇന്റർവ്യൂ തരപ്പെടുത്താനൊന്നും ഇതുവരെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദാറ്റ്സ് ഹിസ് ഹാബിറ്റ്. ഈ കേസ് ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ തന്നെ നേരിട്ട് അയാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. കാര്യങ്ങളൊക്കെ സാർ അറിഞ്ഞല്ലോ. ശക്തിവേൽ IPS അന്വേഷണം ഏറ്റെടുത്തു. അതെ, നമ്മുടെ സ്വന്തം ശക്തിവേൽ. മലയാളി ആണെങ്കിലും കേരള ഡിപ്പാർട്ട്മെന്റിൽ ആർക്കും പരിചയമില്ലാത്ത ഇയാളെ വളരെ പാടുപെട്ട ഹൈദരാബാദ് സെക്ടറിലെ സൗത്ത് ഇന്റലിജൻസ് വിംഗിൽ നിന്ന് പൊക്കിയത്. യെസ് സാർ, ഡൽഹി നോർത്ത് സെക്ടറിലെ ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നും ഒരു ഓഫീസർ കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറയും. അദ്ദേഹം എത്തി. ഈ കണ്ണൂരിലെ കൊലംകുത്തി വിവാദ രാഷ്ട്രീയ കൊലപാതകത്തിന്റെയും സ്ഫോടനത്തിന്റെയും ഫയലുകൾ കൂടി ഇയാളെ ഏൽപ്പിച്ചാൽ തൽക്കാലം സ്വസ്ഥം. അപ്പോ ഓക്കെ, വൈകിട്ട് ക്ലബ്ബിൽ കാണാം. സർ, ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? മേ കം ഇൻ സർ? യെസ്, കം ഇൻ. ഇരിക്കും മിസ്റ്റർ ശക്തിവേൽ. താങ്ക് യു സർ. ഹലോ സർ. നിങ്ങൾ വളരെയേറെ സൂക്ഷിക്കണം, അറിയാമല്ലോ. ആഭ്യന്തരമന്ത്രിയുടെ നേരിട്ടുള്ള ഉത്തരവ് പാളിയാൽ സാർ ഒന്നുകൊണ്ടും ബോധറാവേണ്ടതില്ല. എല്ലാം ഈ ശക്തിവേലേറ്റു. തിരുമണിക്കരയിലെ എല്ലാ സത്യത്തെയും കുറ്റവാളികളെയും അടിച്ച് തൂത്തുവാരി ഞാൻ സാറിന് മുന്നിലിട്ട് തരും. ഇറ്റ്സ് മൈ പ്രോമിസ്. ഇറ്റ്സ് ഓക്കെ. ഇത് റേഞ്ചർ അരുൺ. തിരുമണിക്കരയിലെ? യെസ്, അരുൾ കുമാർ. ഐ ആം ശക്തി. നിങ്ങളുടെ ഈ കേസ് അന്വേഷണ ചുമതല ഏൽപ്പിച്ച ശക്തിവേൽ IPS. ഓ സർ. എനിവേ, ഞാൻ എന്റെ ജോലി തുടങ്ങട്ടെ സർ? ഓഫ് കോഴ്സ്. ഈ കേസിന്റെ ഇതുവരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. ഒപ്പം എല്ലാ പത്രവാർത്തകളും റിപ്പോർട്ടുകളും ഉണ്ട്. ശക്തിവേൽ IPS ഇപ്പോഴും മുമ്പും ചെയ്തിട്ടുള്ളതുപോലെ ഏത് മാറ്റവും ഏത് തന്ത്രവും ഏത് ഫോഴ്സും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വി വാണ്ട് എ സക്സസ് സർ. പിന്നെ ശക്തിവേൽ ഇവിടുന്ന് പുറപ്പെടുന്ന വിവരം തിരുമണിക്കര സ്ഥലം SIക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സർ. നിങ്ങൾക്ക് ആ ഗ്രാമത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മിസ്റ്റർ അരുൾകുമാർ പറഞ്ഞു തരും. ഓഫ് കോഴ്സ് സർ. ഗാർഡ് പ്രഭാകരന്റെ കല്യാണം തിരുമണിക്കര ഗ്രാമത്തിലെ ചന്ദ്രു എന്ന യുവതിയായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. കല്യാണത്തിന് 3 ദിവസം മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. കറക്റ്റ് പറഞ്ഞ വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രഭാകരൻ തന്റെ നാട്ടിൽ പോവാൻ ഒരുങ്ങിയതിന്റെ തലേ